ഓക്കെ, ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടാവും കേട്ടോ. ഇവിടെ മരം മുറിക്കുന്നുണ്ട്, മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്, ആകെ കളറിലെ സൗണ്ടുകളാണ്. പക്ഷേ കുറേ കാലമായിട്ട് കുറേ കാലം അല്ല, ഒരു ദിവസമായിട്ട് ഞാൻ എടുക്കണം വിചാരിച്ച വീഡിയോ തന്നെ ഇങ്ങനെ മറന്നു പോകും. അപ്പോൾ ഇന്നിപ്പോൾ അതിക്കൊണ്ട് ഷാമ്പു ചെയ്യാൻ വേണ്ടി ഇത് എടുത്തപ്പോഴാണ് എനിക്ക് ആ വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്നത്. എന്തായിരുന്നു ക്യാമറമാനും കാല് ചെറുത്. ഓക്കെ, അപ്പോൾ കുറേ ഞാൻ ഫസ്റ്റ് ഇതുപോലെ ഞാൻ അങ്ങനെ പ്രൊഡക്ട്സിൻ്റെ വീഡിയോ ഒന്നും അധികം ചെയ്യാറില്ല. ഒരു തവണ എങ്ങാണ്ട് ആദ്യം ഉണ്ടായി കുറച്ച് കഴിഞ്ഞിട്ട് എങ്ങാണ്ട് നമ്മളൊരു എന്താ പറയുക ഹിമാലയൻ്റെ ഒരു ഹാമ്പർ പോലത്തെ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറേ ഐറ്റംസ് ഉള്ളത്. ആ ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് സത്യം പറഞ്ഞാൽ ഞാൻ മുഴുവൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ഇങ്ങനെ പ്രൊഡക്റ്റ് മാറ്റി മാറ്റി യൂസ് ചെയ്ത് നോക്കിയായിരുന്നു, ഓരോന്ന് ഇങ്ങനെ. അതായത് അധികം കെമിക്കൽ ഇല്ലാത്ത മിനിമം പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് മാറ്റി മാറ്റി യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ എന്താണ് ഏകദേശം എന്നോട്ടാണ് ഉപയോഗിക്കാൻ തുടങ്ങി വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ കുറച്ചായിട്ട് ഇപ്പം എന്തായാലും ഞാൻ മദർ സ്പർശിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ മദർ സ്പർശിൻ്റെ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് വാങ്ങിക്കുന്ന മദർ സ്പർശിൻ്റെ വൈപ്സ് ആണ് കേട്ടോ. ഇത് 99% പ്യുവർ വാട്ടറിൻ്റെ വൈപ്സ് ആണ്. ഇത് സാധാരണ നമ്മളെ മറ്റേ വൈപ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഭയങ്കര സ്മെല്ലായിരിക്കും വൈപ്സിന്. പിന്നെ അതിനകത്ത് അത് നമ്മളിങ്ങനെ പിഴിഞ്ഞ് നോക്കിയാൽ അറിയാം, സോപ്പിൻ്റെ ഭയങ്കരമായിട്ടുള്ള പതയൊക്കെ വരും. നമ്മൾ കൈയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ കൈയൊക്കെ ഇങ്ങനെ സോപ്പ് ഒട്ടുന്ന പോലെയൊക്കെ ഉണ്ടാവും. ഇത് ശരിക്കും വെള്ളം. ഇതിപ്പോൾ ഞാൻ ഒരുപാട് കാലമായി വാങ്ങിച്ചിട്ട് 6 എണ്ണത്തിൻ്റെ ഒരു പാക്കോ ഇങ്ങനെ കോംബോ ആയിട്ട് വാങ്ങിച്ചത് എന്തുവാണ്. എല്ലാം തീർന്നതാ. ഇതിപ്പോൾ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഒരു ബോക്സ് മാത്രമേ ഇനിയുള്ളൂ. ഇപ്പം നോർമലി അങ്ങനെ വൈപ്സിൻ്റെ ആവശ്യം വരാറില്ല, കാരണം വായൊക്കെ നന്നായിട്ട് കഴുകാനും അങ്ങനെയൊക്കെ അറിയണമുണ്ട്. പക്ഷെ എന്നാലും ഞാനിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാലൊക്കെ തുടയ്ക്കണമെങ്കിലൊക്കെ കയ്യിൽ വെക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച സാധനം. എനിക്ക് ബാക്കി വൈപ്സ് ഒക്കെ അതുപോലെ ഞാനിങ്ങനെ ഉപയോഗിക്കും. എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളെ മുഖമൊക്കെ തുടയ്ക്കുമ്പോഴേ ബാക്കി വൈപ്സ് ഞാൻ കുറേ കമ്പനീൻ്റെ വൈപ്സ് വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ അത് കാരണം അത് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് പിന്നെ ഇതാണ് കേട്ടോ ഞാൻ ഫുള്ള് വൈപ്സ് യൂസ് ചെയ്തിരുന്നത്. ഇത് കുറേ നേരത്തെ യൂസ് ചെയ്തിരുന്നു, പക്ഷെ അന്നും എനിക്ക് അവർക്ക് ഈ ബാക്കി പ്രൊഡക്ട്സ് ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇത് ഞാൻ അവരുടെ സൈറ്റിൽ നിന്നല്ല വാങ്ങിച്ചത്. ഇതുപോലെ എന്തോ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്തോ അങ്ങനെ എന്തോ വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ എടുത്ത് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് പിന്നെ ഞാൻ മേടിച്ച സാധനമായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ അതിൻ്റെ സ്റ്റിക്കറൊക്കെ പറഞ്ഞു പോയി. ഇത് അവരുടെ ആഫ്റ്റർ ബൈറ്റ് ക്രീമാണ് കേട്ടോ. അതായത് ആഫ്റ്റർ ബൈറ്റ് ക്രീം, അതെ ആഫ്റ്റർ ബൈറ്റ് ക്രീം തന്നെ ഒരു ഇത് സത്യം പറഞ്ഞാൽ അങ്ങേറ്റം ഉപയോഗിച്ചതാണ്ടോ, കാണാണ്ടോ, ഇതിനകത്ത് എന്തോ ഒരിത്തിരി മാത്രമേ ഉള്ളൂ, അത്ര ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കൊതുക് കടിച്ച പാടുകൾ, പിന്നെ അതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ഉണലുകൾ പോലെയൊക്കെ പൊന്തിയിട്ടുണ്ടാവില്ല, അങ്ങനെ ചുമന്ന എന്തെങ്കിലും. അപ്പം അതിൻ്റെ മുകളിലൊക്കെ തേച്ച് കൊടുത്താൽ പിറ്റേ ദിവസത്തേക്ക് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. ഇത് ഞാനും ഇത് യൂസ് ചെയ്യാറുണ്ട്, നല്ല മാറ്റമാണ്. അതായത് അങ്ങനെ ഇതിൻ്റെ സ്മെല്ല് ആവശ്യം ഒരു മഞ്ഞളിൻ്റെ കളറ് മഞ്ഞളിൻ്റെയാണ്, സ്മെല്ല് മഞ്ഞളിൻ്റെയാണ്. കണ്ടന്റുകൾ ഇവിടെ കാണാനില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റിക്കറിൻ്റെ മുകളിൽ കണ്ടന്റ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ ഇതിൻ്റെ ഫോട്ടോ പറ്റുകയാണെങ്കിൽ സൈഡിൽ കൊടുക്കാം കേട്ടോ, സ്റ്റിക്കറുള്ള ഫോട്ടോ. ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ പറഞ്ഞു പോയതാണ്. പിന്നെ ഞാൻ മേടിച്ച സാധനമാണ് ഇതിൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് കേട്ടോ. ഇത് നമ്മുടെ മദർ സ്പർശിൻ്റെ നാച്ചുറൽ വേപ്പർ റോൾ ഓൺ ആണ്. അതായത് നമുക്ക് ജലദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മൂക്കടപ്പ് കാര്യങ്ങൾ, അതായത് നമ്മൾ കുട്ടികൾക്ക് വിക്സ് യൂസ് ചെയ്യുമല്ലോ, അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഇത് ശരിക്കും ആ ഒരു പുൽത്തൈലത്തിൻ്റെ അങ്ങനത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ. നല്ല എഫക്റ്റീവാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ ആദ്യമൊക്കെ ഇതുപോലെ ബേബി വിക്സിൻ്റെ തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതൊരു തവണ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറുതാകുമ്പോൾ ഇതുപോലെ ചെറിയ ശ്വാസം മുട്ടൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു, ചുമയൊക്കെ ആയിട്ട്. അപ്പോൾ അന്ന് ഞാൻ ആ വിക്സായി യൂസ് ചെയ്തിരുന്നത്. പിന്നെയാണ് ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ട് കുറേ കണ്ടന്റുകളെ കുറിച്ചൊക്കെ പഠിച്ച് ലാസ്റ്റ് ഇത് വാങ്ങിച്ചത്. ഇത് കംപ്ലീറ്റ് നാച്ചുറലാണ് എന്നാണ് അവർ പറയുന്നത്. കണ്ടൻസുകൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് കുറേ എക്സ്ട്രാക്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് ഇങ്ങനെ ഹെർബ്സ് എന്നും കാര്യത്തിനൊക്കെ എടുത്ത കുറേ എക്സ്ട്രാക്റ്റുകളും കാര്യങ്ങളൊക്കെ. നമ്മൾക്ക് അത്ര എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് ജലദോഷമൊക്കെ മാറുന്നുണ്ടോ വെച്ചില്ല. പക്ഷേ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ ബെസ്റ്റാണ് കേട്ടോ. എത്ര ഏജ് വരെയുള്ള കുട്ടികൾക്കാണ് ഇല്ല ഏജ് 3 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഏറെക്കുറെ ഇത്രയുണ്ട് കേട്ടോ. കാരണം ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ മഴയും ഒക്കെ സീസണൊക്കെ അല്ലേ, അപ്പോൾ ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ തണുപ്പും കാര്യങ്ങളും. ഇതിപ്പോൾ ഫാനൊക്കെ ഇട്ട് കിടക്കണ കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മൂക്കടഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ രാത്രി ഇത് തേച്ച് കൊടുത്താൽ നല്ലതാണ്. പിന്നത്തെ എൻ്റെ സാധനമാണ് ഇത് മദർ സ്പർശിൻ്റെ ഷാമ്പു പ്ലസ് കണ്ടീഷണറാണ് കേട്ടോ. വെള്ളി വീഴുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്.
ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ രണ്ടും കൂടെ ഒരുമിച്ചാണ്. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ നോക്കിയിരുന്നു ഇപ്പോൾ കണ്ടീഷണർ ഉപയോഗിക്കാൻ പറ്റുമോ ഈ ഒരു പ്രായത്തിൽ എന്നൊക്കെ ഉള്ളത്. ഇതിന് മുമ്പ് 1-2 ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചപ്പോൾ ഇതുപോലെ ഹെയർ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരള്ള പോലെ ആവണ പോലെയൊക്കെ തോന്നി. പിന്നെ എൻ്റെ ഇടയ്ക്ക് ഒരു തവണ ഇതുപോലെ മമ്മായത്തിൻ്റെ ഷാമ്പൂ ഉപയോഗിച്ചിരുന്നു. അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഒന്നും കൂടെ നാച്ചുറൽ പ്രൊഡക്ട്സ് ഉള്ളത് ഇതിലാണ് എന്ന് തോന്നിയോണ്ടാണ്. കാരണം മമ്മായത്തിൻ്റെ ഒരു 80% അല്ലെങ്കിൽ 70% ഒക്കെ വേണമെങ്കിൽ നാച്ചുറൽ ആണെന്ന് പറഞ്ഞാലും അതിൽ 1-2 കെമിക്കൽ ഇതുപോലെ ഫ്രാഗ്രൻസിന് ചെറിയ രീതിയിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സ്മെല്ലും ഇല്ല. പിന്നെ ടിയർ ഫ്രീ ആണ്. അങ്ങനെ പ്രത്യേകിച്ച് കെമിക്കൽ സ്മെല്ലിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നല്ല സാധനമാണ്. കണ്ടീഷണറും ഇത് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാധനം. പിന്നെ ഇതുപോലെ തന്നെ ഇവരുടെ ബോഡി വാഷും ഹെഡ് വാഷും ഒരുമിച്ചുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പക്ഷെ അതിനകത്ത് കണ്ടീഷണർ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാരണം ഓൾറെഡി അവന് വേറൊരു സോപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കണ്ടീഷണറും ഷാമ്പൂ ആയിട്ടാണ് ഇത് വാങ്ങിച്ചത്. പിന്നെ ഇത് ഫേസ് ആൻഡ് ബോഡി ലോഷൻ. ചില ബോഡി ലോഷനുകളൊന്നും നമുക്ക് ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നാച്ചുറൽ ഓട്സും ഒലീവ് ഓയിലൊക്കെ കൊണ്ടുള്ളൊരു സാധനമാണ്. നല്ല ക്രീമാണ്. അവനിതുപോലെ ഇടയ്ക്ക് മൊത്തത്തിൽ ഡ്രൈ സ്കിന്നല്ല, പക്ഷെ ചില സ്ഥലത്ത് കാല് കൈ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെറുതായിട്ട് ഡ്രൈ ആവും. ഇത് സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. അതുപോലെ സ്കൂളിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്തെവിടെയും പോകുമ്പോഴോ അങ്ങനെയൊക്കെ കുളി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചൊന്ന് തേച്ച് കൊടുക്കും. ഫേസ് ഇതുപോലെ ഡ്രൈ ആവുകയാണെങ്കിൽ മാത്രമാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇത്രയൊക്കെയാണ് മദർ സ്പർശിൻ്റെ സാധനങ്ങൾ കേട്ടോ. സോപ്പ് പിന്നെ ഞാൻ മദർ സ്പർശിൻ്റെ സോപ്പിനകത്ത് ഷവർ ജെല്ല് പോലത്തെ ജെല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വാങ്ങി യൂസ് ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്നത് എർത്തി സാപ്പൂൻ്റെ സോപ്പാണ്. ഞാൻ 2 മേടിച്ചത്. അവന് ഇതുപോലെ ഒരു സ്കിന്നിൻ്റെ ചെറിയൊരു അലർജി പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം സോപ്പ് ഞാൻ അതാണ് യൂസ് ചെയ്തിരുന്നത്. അതിന് മുമ്പും പുറത്തുള്ള സോപ്പുകൾ വാങ്ങിക്കാറില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സോപ്പാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ pH എന്തെങ്കിലും കറക്റ്റ് ആവാത്തിട്ടാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എർത്തി സാപ്പൂൻ്റെ സോപ്പ്, നല്ല സോപ്പാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. അതിൻ്റെയും കവറിൻ്റെ ഒന്നും പിക്ചറില്ല. അത് രണ്ടും യൂസ് ചെയ്യാം. ഒന്ന് ഇവിടെ ഒന്ന് അവിടുത്തെ വീട്ടിലും വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിക്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. പെട്ടെന്ന് എടുത്തതാണ്. എല്ലാ സാധനങ്ങളും ഞാനിങ്ങനെ എടുത്ത് വെക്കുന്നതിൻ്റെ ഇടയിലാണ് ഷാമ്പൂ ഒക്കെ കണ്ടപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇവരെ സൈഡിൽ ഇതുപോലെ പ്രൊഡക്ട്സിന് റേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് പ്രൊഡക്റ്റിന്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഇതിൽ 299 ഒക്കെയാണ് ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവരുടെ സൈറ്റിൽ ഇതുപോലെ ഓഫറുകൾ ഉണ്ടാവും. അതായത് 999 പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ ഓഫറുകൾ കാര്യങ്ങളുണ്ടാവും. കോംബോ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ സമയത്തൊക്കെ വാങ്ങിച്ചാൽ പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് എല്ലാ സാധനങ്ങളും. ഇതൊക്കെ ഞാൻ ഒരുപാട് നാളായി യൂസ് ചെയ്യുന്നു കേട്ടോ. ഇത് മാനുഫാക്ചറിങ് ഡേറ്റ് 2022. അതായത് ഇവനൊരു ഒരു വയസ്സ് തന്നെ ആവണേൻ്റെ ആ ഒരു സമയത്തെങ്ങാണ്ടൊക്കെയാണ് ഞാൻ മേടിച്ചതെന്ന് തോന്നുന്നു. അന്ന് തൊട്ട് ഇത്രയും കാലം യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയും 2-3 മാസം കൂടെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഏറെക്കുറെ ഇത് തീർന്നു. അത്രയായി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മളെ ഇത് 2ാമത്തെ ബോട്ടിലാണ്. വൈപ്സ് ഇതുപോലെ ഇങ്ങനത്തെ 5 ബോക്സുകൾ കഴിഞ്ഞു. ഇത് 6ാമത്തതാണ്. ഇത് ഫസ്റ്റായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് രണ്ടും ഫസ്റ്റായിട്ട് വാങ്ങിച്ചതാണ്. ബാക്കിയൊക്കെ പക്ഷെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടോ. അതൊക്കെ ഏറെക്കുറെ ഇത്രയായിട്ട് ഷാമ്പൂ ഇതുപോലെ ഷാമ്പൂ പക്ഷെ ഞാൻ വീക്ക്ലി വൺസേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം അങ്ങനെ മണ്ണിലും പൊടിയിലൊന്നും കളിക്കാത്തതുകൊണ്ട് വീക്ക്ലി വൺസേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ നല്ല ഷാമ്പൂ ആണ്. യൂസ് ചെയ്താലും അങ്ങനെ ഭയങ്കരമായിട്ട് മുടി റഫ് ആവണ പോലെയൊന്നും തോന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. പിന്നെ അവരുടെ സൈറ്റ് തന്നെ ഉണ്ടാവും. സൈറ്റിൽ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. ഇതുപോലെ ഓഫറുകളും കാര്യങ്ങളും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ കൂപ്പൺ കോഡുകളൊക്കെ വരും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് പർച്ചേസ്. പിന്നെ ആമസോണിലും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇവരുടെ സൈറ്റിൽ നിന്നാണ് ഇത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.